നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾ ഇത്രയും പിന്നിടുമ്പോഴും നിർണായകമായ ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതിനെല്ലാത്തിനും കാരണക്കാരനായ സുഗാന്ത് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ സുഗാന്തിന്റെ അച്ഛനെയും അമ്മയും ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും ഇവരെവിടെയാണ് ഉള്ളത് എന്നുള്ള ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നൊരു ചെറിയ വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. സുഗാന്ത് ഇവർക്കൊപ്പം ഇല്ല എന്നുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ തന്നെ പ്രധാനമായും 2 വകുപ്പുകൾ കൂടി സുഗാന്തിന് മേൽ ചുമത്തിയിട്ടുണ്ട്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന്റെ പേരിലും മറ്റൊന്ന് ഈ പണം തട്ടിയെടുത്തതിന്റെ പേരിലാണ്. 3.5 ലക്ഷത്തോളം രൂപ പണം തട്ടിയെടുത്തതിന്റെ പേരിലുമാണ് ഇപ്പോൾ 2 പുതിയ വകുപ്പുകൾ കൂടി ചേർത്തിരിക്കുന്നത്. അച്ഛന്റെയും അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരന്റെ മുഖത്തിന് പോരാട്ടം തന്നെയാണ് ഇത്രയും ദിവസം പിന്നിടുമ്പോഴും സുഗാന്തിന് ഒരു ബലാത്സംഗം കേസ് ചുമത്താൻ അടക്കമുള്ളവ സാധിച്ചത്. പോലീസ് ഇപ്പോഴും മന്ദഗതി തുടരുകയാണെന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ഈ 15ാം ദിവസമാണ് പോലീസ് കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ നേരത്തെ ഇതിനും ഓണാവുന്നതിന് മുന്നും ചർച്ച ചെയ്തതുപോലെ തന്നെ വീണ്ടും പ്രതികൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പെൺ സുഹൃത്ത് കൂടി ഇതിലൊരു പ്രതിപട്ടികയിൽ നിൽക്കുന്നു എന്നുള്ള പുതിയ വിവരങ്ങളാണ്. മറ്റു ചില വിവരങ്ങൾ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? ഇതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു, ഇവർ 3 പേര് ഒരുമിച്ച് എങ്ങനെ ഇവർക്ക് ഇത്രയും ദിവസം ഒളിച്ചു താമസിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയുമാണ്, അതുപോലെ തന്നെ സുഗാന്ത്. ഇവരെ കൂടി എന്തായാലും ഒരു 2 വീലറിൽ ഇവർക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ അച്ഛനും അമ്മയും സുഗാന്തും കൂടെ എങ്ങനെയാണ് ഈ പറയുന്ന പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര കാലം ഇവർക്ക് ഇങ്ങനെ തുടരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പോലീസ് അടക്കം പറഞ്ഞിട്ടുള്ള കാര്യം അനുസരിച്ച് നോക്കുമ്പോൾ അതായത് സുഗാന്ത് വേറെ തന്നെയാണ്. അച്ഛനും അമ്മയും ഇപ്പോൾ അവർ താമസിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചു താമസിക്കുന്ന ഒരു സ്ഥലം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു നിരീക്ഷണ വലയത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി പറയാനായിട്ട് സാധിക്കുന്നത് സുഗാന്ത് ഒറ്റയ്ക്ക് തന്നെയാണ് ഇനി ഇപ്പോൾ. രണ്ടാം പ്രതിയായിട്ടുള്ള പെൺകുട്ടിയും സുഗാന്തിനോടൊപ്പം ഉണ്ട്. അതെ അതെ, കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ പേര് കൂടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് കൂടി ഇതിൽ പങ്കുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എല്ലാം അറിയാം. അതെ അതെ, എല്ലാ ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരു ആൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് സുഗാന്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണോ, അത് മരിച്ച പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണോ എന്നുള്ള കാര്യം ഒന്നും തന്നെ നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു പെൺകുട്ടി, സംശയമുള്ള ഒരു പെൺകുട്ടി അബോർഷൻ ചെയ്യുന്ന സമയത്ത് ആശുപത്രിയിലൊക്കെ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത്, അതായത് 3 തവണ എന്തോ ഈ ഒരു ആശുപത്രിയിൽ അബോർഷൻ നടത്താനായിട്ട് ഇവർ പോയിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത്. ആദ്യ തവണ പോയത് സുഗാന്താണ് കൂടെ പോയത്. അപ്പോഴാണ് ഈ പറയുന്ന വ്യാജരേഖയൊക്കെ കല്യാണക്കത്തൊക്കെ ഉണ്ടാക്കി കാണിച്ചു, ഹോസ്പിറ്റലിൽ കാണിച്ചു. പിന്നീട് ഇത് നടത്തിയിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം പിന്നീടും 2 തവണയായിട്ട് ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്തൊക്കെ തന്നെ സുഗാന്ത് പോയിട്ടില്ല. പകരം ഈ പെൺകുട്ടിയാണ്. ഒന്നെങ്കിൽ അത് സുഗാന്ത് ഏർപ്പെടുത്തിയ ഒരു പെൺകുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന മരിച്ച പെൺകുട്ടിയുടെ ആരെങ്കിലും ആണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഏതായാലും പിന്നീട് 2 തവണ പോയത് ഈ പറയുന്ന ഈ അജ്ഞാത യുവതിയാണ്. ഈ അജ്ഞാത യുവതി പോകാൻ കാരണം ഈ ഒരു അബോർഷൻ നടത്തിയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഇവർക്ക് ഒരുപാട് ആൾക്കാർ അറിയുന്നവരുണ്ടെന്ന്, ആശുപത്രിയുമായിട്ടുള്ള ഒരു പരിചയം, ഒരുപക്ഷെ അവിടുത്തെ വല്ല ഡോക്ടർമാരായിരിക്കും, അല്ലെങ്കിൽ നഴ്സായിരിക്കും, അല്ലെങ്കിൽ ആരോ ആ ഹോസ്പിറ്റലായിട്ട് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് ഈ അജ്ഞാത യുവതിക്ക് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാക്കിയത്. അധികം ആരും പുറത്തറിയാത്ത രീതിയിൽ ഇത് കാര്യങ്ങൾ എളുപ്പമാക്കിയതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുവതിക്കും കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. പക്ഷേ അവരിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് യുവതി ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവരും എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. ഒന്ന്, മുൻപ് ചുമത്തിയിരുന്നത് ബലാത്സംഗം, അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ വകുപ്പുകളായിരുന്നു ഇപ്പോൾ ഈ സുഗാന്തിനെതിരെ ചുമത്തിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കലും അതുപോലെ തന്നെ പണം തട്ടിയെടുക്കൽ, ഈ 2 വകുപ്പുകൾ കൂടി ചുമത്തുന്നതോടുകൂടി തന്നെ ഇപ്പോൾ കേസ് ഒന്നും കൂടെ സ്ട്രോങ് ആവാനുള്ള സാധ്യതയാണ്. കാരണം അതിനനുസരിച്ചുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു തെളിവുകൾ നശിപ്പിക്കാനായിട്ട് ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു പെൺകുട്ടി മറന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ്, അല്ലെങ്കിൽ ഭാവിയിൽ തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതുകൊണ്ട് തെളിവുകൾ കയ്യിലിരിക്കട്ടെ എന്ന് കരുതി അത് നശിപ്പിക്കാനായിട്ട് മറന്നതായിരിക്കാം എന്നുള്ള. സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ പ്രത്യേകിച്ച് മരിച്ച പെൺകുട്ടിക്കെതിരെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പറയുന്നത് ഫോട്ടോയിൽ കണ്ട നിഷ്കളങ്കതയൊന്നും പെൺകുട്ടിയുടെ പ്രവൃത്തിയിലില്ല എന്നൊക്കെ തന്നെ നിരവധി കുറ്റപ്പെടുത്തലുകൾ വരുന്നുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നില്ല അച്ഛനും അമ്മയും ഇത് അറിയുമെന്നുള്ള ഭയത്താലാണ് മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിപ്പോൾ ആത്മഹത്യ ചെയ്താൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതെല്ലാം വ്യക്തമായി അറിയാൻ കഴിയുമെന്ന് ബുദ്ധിയുള്ള പെൺകുട്ടി തന്നെയാണ്. IAS അടക്കം പഠിക്കാനിരുന്ന പെൺകുട്ടിയാണല്ലോ. അപ്പോൾ അതെന്തായാലും അച്ഛനും അമ്മയും അറിയും എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്തിനാണ് മരണപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അച്ഛനെയും അമ്മയുടെ സ്നേഹത്തെക്കാൾ ഉപരി കണ്ടത് ഈ പറയുന്ന സുഗാന്തിന്റെ പ്രണയമായിരിക്കാം. അപ്പോൾ സുഗാന്ത് ഈ പറഞ്ഞ പോലെ ചെറിയ വിഷയത്തിന് എന്തെങ്കിലും, ചിലരുണ്ടല്ലോ
വലിയ കാര്യങ്ങൾക്കൊന്നും തന്നെ ഒന്നും ചെയ്യില്ല. വളരെ ചെറിയ നിസ്സാരമായ എന്തെങ്കിലും കാര്യത്തിനൊക്കെ കയറി ആത്മഹത്യ ചെയ്ത നിരവധി പേരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ള ചോദ്യം വരികയാണ്. പക്ഷേ ഇതിലിപ്പോ ഇവിടെ ഈ സുഗാന്ത് വളരെ ബുദ്ധിപരമായിട്ട് തന്നെയാണ് നീങ്ങിയിരിക്കുന്നത് എന്ന് വേണം പറയാം. കാരണം പിന്നീടുള്ള ആശുപത്രി പോകുന്ന ഘട്ടങ്ങളിലൊന്നും തന്നെ ഈ സുഗാന്ത് കൂടെ പോയിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ തന്നെ പിന്നീട് അതൊരു ഇഷ്യൂ ആവുമ്പോൾ അത് തനിക്ക് മേൽ വരാതിരിക്കാനായിരിക്കാം അത്തരത്തിലൊരു മൂവ് നടത്തിയിട്ടുണ്ടാവുക. പക്ഷെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ഇപ്പോൾ സുഗാന്ത് തന്നെയാണ് പ്രതി. മാത്രമല്ല ഈ ഒരു അജ്ഞാത യുവതി കൂടെ ഇപ്പോൾ ഇതിനൊക്കെ കൂടെ സഹായിക്കാനായിട്ട് നിന്നിരുന്നത്. അത് IB ഉദ്യോഗസ്ഥയാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്ന് തോന്നുന്നല്ലേ? കഴിഞ്ഞ ദിവസം 1-2 വാർത്തയിൽ ഞാൻ കണ്ടത് IB ഉദ്യോഗസ്ഥയാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്, അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ സ്വാധീനമുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വ്യാജ വിവാഹ കത്ത് ശരക്കത്തുണ്ടായിരുന്നു. അതെ അതെ, എന്തൊക്കെയല്ല ചെയ്തത് കൂട്ടിയത്. പക്ഷെ അന്ന് സഞ്ജയനും ഇവരുടെ ഈ ഒരു മരണാനന്തര ചടങ്ങ് നടക്കാൻ പോയപ്പോൾ അന്ന് അവിടെ കുറച്ച് കൂട്ടുകാരികൾ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ. അന്ന് അവരാണ് പറഞ്ഞത് ഈ ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇവരുടെ കൂടെ കഴിക്കാൻ പോകാറില്ല എന്നൊക്കെ. അന്ന് ഇനി ഈ ഒരു ഇതിലുള്ള കൂട്ടത്തിലുള്ള ഒരാൾ ഈ പറയുന്ന യുവതി അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം അന്ന് അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അത് പോലീസോ അല്ലെങ്കിൽ അന്വേഷണ സംഘങ്ങളോടോ പറയേണ്ടതായിരുന്നു. പക്ഷെ ഇതിപ്പോ 2 ദിവസം മുമ്പാണല്ലോ ഇത്തരത്തിൽ. അഥവാ ആ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും മറ്റു കൂട്ടുകാരോട് പറയാൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം അവിടെ തൊട്ട് തുടങ്ങും, പിന്നെ അങ്ങോട്ട് അന്വേഷിക്കാൻ ആ പെൺകുട്ടിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ പറഞ്ഞാൽ ഇപ്പോൾ പറയാൻ നിൽക്കേണ്ട. ഒന്നാമത്തെ കാര്യം, അവരിപ്പോൾ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്, പോലീസ് ഇതിൽ ഇടപെട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നമുക്കും ഇത് വലിയ പണിയാവുന്ന എങ്ങനെയെങ്കിലും മറ്റുള്ള പെൺകുട്ടിയും കൂടി പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് മാറ്റാനുള്ള ശ്രമം നടത്തുമായിരുന്നു. പക്ഷെ ഇവിടെ സാധാരണ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവരും ചിന്തിച്ച് കാണും ഇത് സാധാരണ ഒരു ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അതങ്ങ് കുറച്ചു കാലം കഴിയുമ്പോൾ അതങ്ങ് എല്ലാവരും മറക്കുമെന്ന് കരുതി കാണും. പക്ഷെ നമ്മളൊന്നും അറിയാത്ത എന്ത് സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോരുത്തരും ഓരോ രീതിയിൽ പോകുന്നു. ഈ പെൺകുട്ടി തന്നെ ചെയ്തു കൂട്ടി, അല്ലെങ്കിൽ പെൺകുട്ടി ആ വിശ്വസിച്ച സ്നേഹത്തിൽ മതിമറന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ദിവസം പുറത്തു വരുമ്പോൾ കേൾക്കുമ്പോൾ അത്ഭുതത്തോടു കൂടിയാലും നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല എന്നതാണ്. ഈ ഒരു അബോർഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്നും അറിയാതെ സ്വന്തം അമ്മയ്ക്ക് പോലും മകൾ ഇങ്ങനെ ഒരു കർത്തവ്യം നടത്തിയെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ അവരുടെ മുന്നിൽ അഭിനയിച്ച് ചിരിച്ചു കളിച്ച് നിന്ന പെൺകുട്ടി. ഇവിടെ ഒരു കേസ് ഓർമ്മയുണ്ടോ? ഒരു എറണാകുളത്ത് ഒരു രാവിലെ ഒരു ഈ ന്യൂസ് കേട്ടാണ് നമ്മളൊക്കെ ഉണർന്നത്. കുഞ്ഞിനെ പ്രസവിച്ച ഒരു നവജാത ശിശുവിനെ മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ആമസോണിന്റെ പാക്കറ്റിലാക്കിയിട്ട് ഫ്ലാറ്റിന് മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞൊരു സംഭവം. അത് വളരെ എന്തൊരു നടുക്കത്തിലാണ്. അതിന്റെ ഇപ്പോൾ ഒരു വിവരവും ഇല്ല. അതൊക്കെ അങ്ങ് എഴുതി മാഞ്ഞങ്ങ് പോയി എന്ന് തന്നെ വേണം പറയാം. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പിന്നീട് പലരും ആ പെൺകുട്ടിയുടെ ചിത്രമടക്കം ഈ പയ്യന്റെയും ചിത്രമടക്കം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലോ, ഒരു അച്ഛനും അമ്മയും വീട്ടിലുണ്ട്, എന്നിട്ടാണ് ഇത്രയും ദിവസം ഗർഭിണിയാണെന്ന് മാസങ്ങളോളം, ഇത് 1-2 ദിവസത്തെ കാര്യമല്ല, മാസങ്ങളോളം 9 മാസത്തോളം ഗർഭിണിയാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചു. വീട്ടിൽ തന്നെ പ്രസവിക്കുന്നു. അതിനുശേഷം കുഞ്ഞിനെ ആരും അറിയാതെ ഈ പറയുന്ന പോലെ വലിച്ചെറിയുന്നു. ഇതിനു മുൻപ് എത്രയോ സംഭവങ്ങളല്ലേ വീട്ടിൽ തന്നെ പ്രസവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. സുമാനോ അങ്ങനെ എന്തോ ഒരു പേരുള്ള കറക്റ്റ് പേര് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. ഇപ്പോൾ അല്പ സമയം മുൻപ് മരണപ്പെട്ടിരിക്കുന്നു. വീട്ടിൽ പ്രസവിച്ച യുവതി മരണപ്പെട്ടു. മലപ്പുറത്താണ്. അത് 5ാമത്തെ പ്രസവമാണ്. 5ാമത്തെ പ്രസവമാണ്. 4 എണ്ണവും അതും വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചിരിക്കുന്നത്. പക്ഷെ 5ാമത്തെ പ്രസവത്തിൽ ഇത്തരത്തിൽ മരിക്കുകയായിരുന്നു. അതും എന്നിട്ട് ഈ ഭർത്താവിന് താല്പര്യമില്ലെന്ന് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ പ്രസവിക്കാനായിട്ടോ ഡോക്ടർമാരുടെ ചികിത്സ തന്റെ ഭാര്യയ്ക്ക് ലഭ്യമാക്കാനോ ഭർത്താവിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ചതും. അതിനുശേഷം മരിച്ചെന്ന് ഉറപ്പായപ്പോൾ തന്നെ ആരും അറിയാതെ കൊണ്ടുപോയി സംസ്കരിക്കാൻ തന്നെയായിരുന്നു നീക്കം. പക്ഷെ അപ്പോഴേക്കും വീട്ടുകാരറിയുന്നു, നാട്ടുകാരറിയുന്നു. ഒടുവിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വീട്ടിൽ പ്രസവിക്കുകയായിരുന്നു. അസ്മയാണ് മരിച്ചത്. 35 വയസ്സ്. 5ാമത്തെ പ്രസവത്തിലായിരുന്നു അസ്മ മരിച്ചത്. ഇവിടെ ഇപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങളും ധാരാളമായിട്ട് വരുന്നുണ്ട് ഈ വീട്ടിൽ പ്രസവിക്കുക. കാരണം ഇന്ന് ഇതൊക്കെ കൊച്ചുകുട്ടികൾ അതായത് വളരെ ചെറിയ പ്രായത്തിൽ ഈ പറയുന്ന ഇതിനെക്കുറിച്ചൊക്കെ വിവരങ്ങൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ എന്നിരുന്നാലും ഇതിനുള്ള ഒരു ധൈര്യം, സ്വന്തം ജീവൻ പോലും അപകടത്തിൽ പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചിട്ട് എങ്ങനെയാണെന്ന് സാധിക്കും. അച്ഛൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇനി മകളെ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അതിനുവേണ്ടി സുരുക്കൂട്ടിയ എല്ലാ പണവും ഈ കേസിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. ഈ കേസിന് വേണ്ടി സുപ്രീം കോടതിയിൽ കയറാൻ വേണ്ടി വന്ന അതുവരെ ഞാൻ തയ്യാറാണ് എന്ന് അച്ഛൻ പറയാൻ. മാത്രമല്ല ഇടയ്ക്ക് ഇപ്പോൾ അച്ഛൻ്റെ അമ്മയ്ക്കുമെതിരെ ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ അമ്മയ്ക്കും അച്ഛനും എല്ലാം അറിയാമായിരുന്നു എന്നുള്ളത്. അതായത് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു, അവസാനമായി അയാൾ മെസ്സേജ് അയച്ചിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ച് തരാമോ, എൻ്റെ തലയിൽ നിന്നും ഒന്ന് എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. മാത്രമല്ല ഇവർ ആദ്യം പറഞ്ഞത്, ഈ അച്ഛനൊക്കെ തന്നെ ആദ്യം പറഞ്ഞത് സുഗാന്തിനെ കണ്ടിട്ടില്ല, സുഗാന്തിനെ അറിയില്ല, സുഗാന്തിന്റെ വീട്ടുകാരുമായി ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു.
ഉണ്ട്, അത്ര മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ അമ്മയുടെ നമ്പറൊക്കെ കിട്ടി, അമ്മയുമായി കോൺടാക്ട് ചെയ്യുന്ന, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് അടക്കമുള്ളത് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ ആദ്യത്തെ മെസ്സേജ് അയക്കാം, ആദ്യത്തെയും അവസാനത്തെ മെസ്സേജ് അയക്കാതെ അറിയില്ല. പക്ഷെ നമ്മൾ അറിയാത്ത പല സംഭവവും നടക്കുന്നുണ്ട്. പ്രധാനമായും എന്തുകൊണ്ട് പോലീസ് ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇടപെടുന്ന ഉപരി എന്തുകൊണ്ട് ഇയാളെ പിടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ കോടതി പറഞ്ഞിരിക്കുന്നത് പോലീസിനോട് മറുപടി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഇതിന് മറുപടി പറയും. അതിനുശേഷമായിരിക്കും ഇനി കോടതി ഒരു തീരുമാനം എടുക്കുക. എന്തായിരിക്കും, അറസ്റ്റ് ചെയ്യാനായിരിക്കുമോ അത് തള്ളുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അറസ്റ്റ് ചെയ്യാൻ കോടതി സമ്മതിച്ചിട്ടുണ്ടെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന് നാളെ ഒരു തീരുമാനം. ഇപ്പൊ എന്തായാലും രണ്ടുപേരെയാണ് തെരയുന്നത്. ഒന്ന് ഈ പറയുന്ന സുഗാന്തിനി, മാത്രമല്ല ഇതിലോട്ട് ഇപ്പോൾ ഒരു യുവതി കൂടെ, ഒരു അജ്ഞാത യുവതി, ഇവരുടെ സുഹൃത്തായിരിക്കാം. ഇതിൽ ആരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും നമുക്കാണെങ്കിലും ഇപ്പോൾ ഏറ്റവും അടുത്തൊരു പെൺസുഹൃത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും, നമുക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത് ഈ പറയുന്ന മരിച്ച പെൺകുട്ടിയുടെ സുഹൃത്താണോ അതോ സുഗാന്ത് ഏർപ്പാടുക്കിയ ഒരു സുഹൃത്താണോ എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. ഏതായാലും നാളെ ഈ കോടതി, എനിക്ക് തോന്നുന്നു ഇനി നാളെ വരെയും കൂടെ സുഗാന്തിനെ കണ്ടുപിടിക്കാൻ സാധ്യതയില്ല. കോടതിയുടെ ഒരു തീരുമാനം വന്ന ശേഷമായിരിക്കും. ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറയുകയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു മിക്കതും സുഗാന്ത് വന്ന് കീഴടങ്ങാനുള്ള സാധ്യതയാണുള്ളത്. അതിനിടയിൽ പോലീസ് എന്തായാലും ഇണങ്ങാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. കീഴടങ്ങിക്കോളൂ. ഇനി കീഴടങ്ങാൻ വരുമ്പോൾ നമ്മൾ മുമ്പ് പൾസർ സുനിയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത നാടകം കണ്ടല്ലോ, അതുപോലെയൊക്കെ ഇനിയിപ്പോ അങ്ങനെ കാണേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാകുമോ എന്ന് മാത്രമേ നമ്മൾ ഇനി ചിന്തിക്കേണ്ടതുള്ളൂ. ഏതായാലും ഇതൊക്കെയാണ് ഇതുവരെയായിട്ടുള്ള വന്നുള്ളൊരു അപ്ഡേഷൻ. അപ്പോൾ നാളെ കോടതിയുടെ തീരുമാനം അറിയാം. ഏതായാലും അതിനിടയിലൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാരെന്തെങ്കിലും നിർണായകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ പറയുന്ന അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ എന്തെങ്കിലും സംസാരിച്ചാലായി. എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കും കാത്തിരുന്ന് കാണാം.